നാഷണൽ ആയുഷ് മിഷൻ ചെല്ലാനം ഗ്രാമപഞ്ചായത്തും ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ, ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി കണ്ടക്കടവ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മുതിർന്ന പൗരന്മാർക്കുള്ള ആരോഗ്യ ക്യാമ്പ് കണ്ണമാലി സെയിന്റ് ആന്റണീസ് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KL ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ തന്നെ പരമ്പരാഗതമായിട്ട് നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ അപ്പന്മാർ വയോജനങ്ങൾ നമ്മൾ വിളിക്കപ്പെട്ടുള്ളത്. അപ്പോൾ അവരൊക്കെ തന്നെയാണ് നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യമായിട്ട് നാം കണ്ടുവരുന്നത്. പക്ഷേ ഇന്നത്തെ അവസ്ഥ നമുക്കറിയാം, ഇന്ന് അണുകുടുംബങ്ങൾ രൂപം കൊള്ളുന്ന പ്രകാരം നമ്മുടെ ഈ നാട്ടുപ്രദേശത്ത് പക്ഷേ അത് സംഭവിക്കുന്നില്ലെങ്കിൽ പോലും നഗരപ്രദേശങ്ങളിലൊക്കെ എല്ലാം ഈ വയോജനങ്ങൾ വൃദ്ധസദനങ്ങളിലേക്ക് മാറ്റപ്പെടുകയാണ്. കാരണം ഒന്നും രണ്ടും കുട്ടികൾ മാത്രമല്ല നമ്മുടെ ഈ സമൂഹത്തിൽ പലരും വിദ്യാഭ്യാസത്തിനും ജോലിക്കുമായിട്ട് വിദേശങ്ങളിലേക്കെല്ലാം കടന്നുപോയി കഴിയും. ഈ വയോജനങ്ങളെ ചികിത്സിക്കാനായിട്ട് മുന്നിൽ നിന്ന് നമുക്കറിയാവുന്ന വീട്ടമ്മമാർ തന്നെയാണ്. ഇന്ന് പല വീട്ടമ്മമാരും നമ്മുടെ സാമ്പത്തിക ബന്ധത്തിലേക്ക്, ആ കുടുംബത്തിന്റെ സാമ്പത്തിക ബന്ധത്തിലേക്ക് പുറത്തേക്ക് ജോലിക്ക് പോവുകയും ചെയ്യും. കണ്ണമാലി സെന്റ് ആന്റണീസ് പള്ളി വികാരി ഫാദർ ജോസഫ് അണ്ടിശ്ശേരിൽ മുഖ്യ അതിഥിയായ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിമൽ ആന്റണി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ്പമ്മ സെബാസ്റ്റ്യൻ, കോസ്റ്റൽ പോലീസ് സബ് ഇൻസ്പെക്ടർ MP സാഗർ, ഇടക്കുച്ചി ഹോമിയോ ഡിസ്പെൻസറി CMO ഡോക്ടർ മേരി മാർഗ്രറ്റ്, കണ്ടക്കടവ് ഹോമിയോ ഡിസ്പെൻസറി CMO ഡോക്ടർ സ്മിത K ഷേണായി, യോഗ പരിശീലകരായ നവീന അനിൽകുമാർ, ഡോക്ടർ സൗമ്യ, CDS ചെയർപേഴ്സൺ കുഞ്ഞുമോൾ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ 3.5 കൊല്ലം കഴിഞ്ഞിട്ട് വന്നിട്ട് കണ്ണമാലി ആദ്യമായിട്ടാണ് ഒരു മെഡിക്കൽ ക്യാമ്പിൻ്റെ വന്നത്. വരാൻ കാര്യം, ഞാൻ ഈ ഹോമിയോ മരുന്ന് കഴിക്കുന്നു. അതിന് കാരണം ഡോക്ടർ സൗമ്യ തന്നെയാണ്. ഇവിടെ നമ്മുടെ കണ്ണമാലി ഞങ്ങളുടെ ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലാൻ പറഞ്ഞു. സ്ഥലത്തിൽ പ്രശ്നമുണ്ടെന്ന് ഞങ്ങൾ ഡോക്ടറെ അടുത്ത് ചെന്ന് ഞാനിപ്പോൾ ഡോക്ടറിൻ്റെ പേഷ്യൻ്റാണ്. അപ്പോൾ ഞാൻ പോയിട്ട് അതായത് പ്രായമായവർക്കൊക്കെ പറ്റിയ വലിയ റിയാക്ഷൻ കാര്യങ്ങളൊന്നുമില്ല. അധികം കാശ് വാങ്ങി പ്രത്യേകിച്ച് നമ്മുടെ ആശുപത്രി അങ്ങനെ തരത്തിലുള്ള വകുപ്പാണ്. അതുകൊണ്ട് ഞാനിത് കഴിച്ചു നോക്കുന്നുണ്ട്. ഇത് വളരെ പ്രയോജനകരമാണ്. ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഞാൻ അധികം അങ്ങനെ ആശുപത്രിയിലൊന്നും പോയിട്ടില്ല. ഈ മരുന്ന് കഴിക്കുന്നതിലല്ല നമ്മുടെ ആരോഗ്യം ഇപ്പോൾ അസുഖം മാറുന്നത്. അത് ഒരു രോഗി ഒരു ആശുപത്രിയിൽ അല്ലെങ്കിൽ ഡിസ്പെൻസറിയിൽ ചെന്നൊരു ഡോക്ടറിനെ കാണുമ്പോഴും അവരുമായിട്ടുള്ള നമ്മുടെ ആ ഒരു ബന്ധപ്പെടലും കാര്യങ്ങളുമാണ്. മരുന്ന് കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതായത് ഡോക്ടർ, എനിക്കതിനെ മനസ്സിലായത് ഡോക്ടർ സൗമ്യ ചെന്ന് കണ്ടപ്പോഴും ഇത് കഴിച്ചാൽ എന്ത് ആവും. മുതിർന്ന പൗരന്മാർക്ക് അവരുടെ ആരോഗ്യം സംരക്ഷിക്കുവാനുള്ള ബോധവൽക്കരണ ക്ലാസോടൊപ്പം തന്നെ മെഡിക്കൽ കിറ്റുകളും വിതരണം ചെയ്തു. മറ്റൊരു വാർത്തയുമായി കാണാം. റിജൻ റബല്ലോ, ന്യൂസ് ടുഡേ, ചെല്ലാനം.